നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു സായാഹ്നത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിലെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ വിനു വി ജോണിനോട് ഞാൻ പറഞ്ഞു, ഇത് UDF സർക്കാർ അധികാരത്തിൽ വന്ന് ഒരു 6 മാസം കഴിയുമ്പോൾ ഇവിടെ കോൺഗ്രസ്സുകാരടക്കം തല കൈവച്ച് പറയും, LDF സർക്കാർ ഇതിൽ എത്ര ഭേദമായിരുന്നു. കാര്യം പിണറായി വിജയനെ കുറച്ച് ധാർഷ്ട്യവും അഹങ്കാരവും പിന്നെ പ്രായാധിക്യം കൊണ്ടുള്ള ചില തകരാറുകളുണ്ട് എന്നുള്ള ഒഴിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭരണം ഇതിനേക്കാളൊക്കെ എത്ര ഭേദമായിരുന്നു എന്ന് പറയുന്നൊരു ദിവസം വരും. 6 മാസത്തിനകത്ത് അങ്ങനെ സംഭവിക്കും എന്ന്. പക്ഷേ ഇത് പറയുന്ന സമയത്ത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടി ഒരാഴ്ചക്കുള്ളിൽ ഇത് പറയേണ്ടി വരും എന്നുള്ളത്. ഞാൻ പറയുന്ന അഭിപ്രായത്തോട് നിങ്ങൾക്ക് ആർക്കും വിയോജിപ്പുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി നടത്തുന്ന നാടകങ്ങൾ ഇപ്പോഴല്ല തുടങ്ങിയത്. ഭൂരിപക്ഷം കിട്ടുന്നതിനും 1 മാസം മുമ്പ് തുടങ്ങിയ അഭ്യാസമാണ്. അതായത് വോട്ടെടുപ്പ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം മുതലേക്ക് കേരള മുഖ്യമന്ത്രി ആരായിരിക്കും എന്ന വിഷയത്തെക്കുറിച്ച് ചാനലുകൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. ചാനലുകളിൽ വന്ന് പാർട്ടി നേതാക്കളും ചായക്കടയിലിരുന്ന് അനുഭാവികളൊക്കെ ഈ വിഷയം ചർച്ച ചെയ്യാൻ തുടങ്ങി. ജനപിന്തുണയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി ഏറ്റവും അധികം പ്രവർത്തിച്ച ഇതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടേണ്ടത് VD സതീശനെയാണ്. അതല്ല സീനിയോറിറ്റിയാണ് കണക്കാക്കുന്നതെങ്കിൽ KSUവിൻ്റെ പ്രസിഡൻ്റായിരുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു, KPCC പ്രസിഡൻ്റായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു, കേരളത്തിൽ ആഭ്യന്തരമന്ത്രി വരെയായി പ്രശോഭിച്ചിട്ടുള്ള ആളാണ് രമേശ് ചെന്നിത്തല. ഈ 2 പേരിൽ ആര് വേണം എന്ന കാര്യമേ സത്യത്തിൽ പരിഗണിക്കേണ്ടിയിരുന്നുള്ളൂ. പക്ഷേ KC വേണുഗോപാലിനായിരിക്കും കൂടുതൽ സാധ്യത എന്നുള്ളത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാമായിരുന്നു. സാധാരണക്കാർക്ക് ഒരുപക്ഷെ അറിയുമായിരുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ എനിക്ക് നിശ്ചയമായിട്ടും അറിയാമായിരുന്നു KC വേണുഗോപാൽ കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണ്ടിയിട്ടാണ് കാര്യനീക്കങ്ങൾ നടത്തുന്നത്. ഇരിക്കൂറിൽ മത്സരിക്കുന്ന സജീവ് ജോസഫ് അദ്ദേഹത്തിൻ്റെ ഒരു ഗുലാനാണ്. ഇദ്ദേഹത്തെ രാജിവെപ്പിച്ച് ഇവിടെ മത്സരിക്കാനും കേരള മുഖ്യമന്ത്രിയുടെ കസേര ഉറപ്പിക്കാനുമാണ് വേണുവേട്ടൻ ശ്രമിക്കുന്നത് എന്ന കാര്യം ഒരുമാതിരി ആളുകൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷെ അപ്പോഴും ഈ ഏറ്റം വന്നാൽ ഇത്ര വരാമോ എന്ന് ചോദിച്ച പോലെ ഇതുപോലെ ഒരു നാടകം ഉണ്ടാവും എന്ന് വിചാരിച്ചില്ല. അങ്ങനെ ഏതായാലും KC വേണുഗോപാലിൻ്റെ പേര് സീരിയസ് ആയിട്ട് വന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പിറ്റേ ദിവസം മാതൃഭൂമി ഓൺലൈൻ കൊടുത്ത ഒരു അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞു, ഈ സതീശനെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, രമേശായാലും കുഴപ്പമില്ല, പക്ഷേ KC വേണുഗോപാലിൻ്റെ പേരെങ്ങാനും പ്രഖ്യാപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വലിയ കലാപമുണ്ടാവും. 2006 VS അച്യുതാനന്ദന് അനുകൂലമായിട്ടുണ്ടായ പോലെ 2026 VD സതീശന് അനുകൂലമായൊരു വികാരം ഇവിടെ ഉണ്ടാകും. നല്ലവരായ നാട്ടുകാർ, കോൺഗ്രസ്സുകാർ മാത്രമല്ല, പൊതുവിൽ ഈ ഇന്ദിരാഭവൻ്റെ മുമ്പിൽ പോയി മുണ്ടുപൊക്കി കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് ഞാനിങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ആലങ്കാരികമായിട്ട് പറഞ്ഞാണ്. പക്ഷേ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഈ ചെറുപ്പക്കാരായ പിള്ളേരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, യുവാക്കൾ. അതിലധികം പേർക്ക് മുണ്ടുകൊടുക്കാൻ അറിയില്ല. ഇപ്പോൾ പിള്ളേർ ജീൻസും കളസമൊക്കെ ഇട്ട് ശീലിച്ച് പോയവരാണ്. മുണ്ടുകൊടുക്കില്ല, മുണ്ടുകൊടുത്താൽ ഉറക്കില്ല. അവരുടെ പ്രശ്നമെന്ന് വെച്ചാൽ ഇന്ദിരാഭവൻ്റെ മുമ്പിൽ പോയി മുണ്ടുപൊക്കി കാണിക്കാൻ അവർക്ക് താല്പര്യമുണ്ട്. പക്ഷേ മുണ്ടുകൊടുക്കാത്ത അവരെങ്ങനെ മുണ്ടുപൊക്കി കാണിക്കും എന്നുള്ളത്. അപ്പോൾ അതിന് ഇപ്പോൾ ഇത് ഒരുപാട് പേര് വിളിച്ചു ചോദിക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞത് തീർച്ചയായിട്ടും അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇന്ദിരാഭവൻ്റെ മുമ്പിൽ മാത്രമല്ല, അതായത് DCC ഓഫീസുകളുടെ മുമ്പിൽ പോയിട്ടും സ്ഥലത്തെ MLA കാണുമ്പോഴൊക്കെ ഇത് ചെയ്യാവുന്നതാണ്. കാരണം ഈ ബഹുഭൂരിപക്ഷ MLAമാരും VD സതീശനെ കൊണ്ടുവന്ന് അയാളെ വെയിലൊള്ളിച്ച് അയാളുടെ പരിശ്രമ ഫലമായിട്ട് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഇവിടെ നിന്ന് ജയിച്ച് തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇവന്മാരൊക്കെ ഈ കോഴി പോകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം പത്രോസ് ലീഹ യേശുവിനെ തള്ളി പറഞ്ഞ പോലെ ഇവിടെ കോഴി പോകാൻ പോലും നിന്നില്ല. തിരുവനന്തപുരത്ത് എത്ര താമസം ഉണ്ടായുള്ളൂ. AICCയിൽ നിന്ന് വന്ന നിരീക്ഷകന്മാരെ കണ്ടപ്പോൾ ഒറ്റക്കെട്ടായിട്ടാണ് KC വേണുഗോപാലിൻ്റെ പേര് പറഞ്ഞത്. അപ്പോൾ ഇവരൊക്കെ കാണുമ്പോൾ തുണി പൊക്കി കാണിക്കല്ലാതെ വേറെ യാതൊരു മാർഗവും സത്യത്തിലില്ല. അപ്പോൾ റോജി M. ജോണിനെ അങ്കമാലിയിൽ വെച്ച് കാണുമ്പോൾ അപ്പോൾ ആ CJ സ്റ്റേഷനറിന് മുമ്പിൽ വെച്ചാണ് കാണുന്നത് വെച്ചു. അപ്പോൾ തന്നെ റോജി എന്ന് വെച്ചിട്ട് ഉടനെ മുണ്ട് പൊക്കി കാണിക്കുക. അപ്പോൾ റോജിക്കൊരു സമാധാനവും. എന്തിനാ പൊക്കി കാണിക്കണമെന്ന് പുള്ളിക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുപോലെ മനോജ് മൂത്തേട്ടനെ കാണുമ്പോൾ പെരുമ്പാവൂർ ടൗണിൽ വെച്ചു, മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് വെച്ച് കാണുമ്പോൾ പക്ഷേ അതിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. മാത്യു കുഴൽനാടൻ മിക്കവാറും ബെൻസിലായിരിക്കും. അപ്പോൾ നമുക്ക് വഴിയിൽ വെച്ച് അദ്ദേഹത്തെ കാണാനോ മുണ്ടുപൊക്കി കാണിക്കാനോ സൗകര്യം കിട്ടില്ല. ഇതുപോലെ ഓരോ MLAയോടും ഇത് തന്നെ ചെയ്യാവുന്നതാണ്. അൻവർ സാദിനെ കാണുമ്പോൾ ചെയ്യണം. കാരണം പുള്ളി KCയുടെ പേര് പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ്. TJ വിനോദിനും നമുക്കൊരു ഇളവ് കൊടുക്കണം. ഇവർ രണ്ടുപേരും രമേശ് ചെന്നിത്തലയുടെ പേര് പറഞ്ഞവരാണ്. മുഹമ്മദ് ഷിയാസ് പിന്നെ തീർച്ചയായിട്ടും
നമ്മുടെ പ്രിയങ്കരനായ വി ഡി സതീശൻ്റെ സ്വന്തം ആളാണ്. അപ്പോൾ ഇങ്ങനെ 5, 6, 7, 8 പേര് ഒഴിച്ചാൽ ബാക്കി ഏത് MLA കാണുമ്പോഴും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സമുന്നത നേതാവിനെ കാണുമ്പോഴും നമുക്ക് ആരോടും ചോദിക്കണ്ട, വെറുതെ മുടങ്ങടെ പോയി കാണിക്കാം. പിന്നെ വേണമെങ്കിൽ ഒരു തെറിയും പറയാം, പോടാ ഡാഷ് എന്ന്. അവർക്ക് കാര്യം മനസ്സിലാവും, വേറെ വിശദീകരണമൊന്നും വേണ്ട, ഒരു ഡെക്കറേഷനും വേണ്ട, ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് ഈ മുണ്ടുകൊടുക്കാത്ത ആളുകളുടെ കാര്യമാണ്. ഇപ്പോൾ നമ്മൾ തന്നെ പാൻറ്റിട്ട് എവിടെയെങ്കിലും പോകുമ്പോഴാണ് ഒരു MLA വഴി വെച്ച് കാണുന്നത് വെച്ചോ, പെട്ടെന്ന് മുണ്ടുനോക്കി കാണിക്കണമെന്ന് ആഗ്രഹം തോന്നിയാലും ഉടുത്തത് മുണ്ടല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിന് ചെയ്യാവുന്ന ഒരു മാർഗ്ഗം എന്ന് വെച്ചാൽ നമ്മൾ വഴിയരികിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് റോജി എം ജോൺ ആ വഴിക്ക് കടന്നു വരികയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അടുത്ത ഏതെങ്കിലും ഒരാൾ മുണ്ട് മടക്കി കുത്തിപ്പുണ്ടാവും, അയാളുടെ മുണ്ട് അങ്ങോട്ട് പോയി കാണിക്കുക, കണ്ടോടാ ഡാഷ് എന്നുകൊണ്ട് പ്രശ്നം തീർന്നു. വളരെ പ്രായോഗികമായിട്ടുള്ളൊരു പരിഹാരമാണ്. ഞാൻ നോക്കിയിട്ട് ആർക്കും അനുവർത്തിക്കാവുന്ന ഒരു കാര്യമാണ്. KC വേണുഗോപാലിൻ്റെ ഏത് അനുഭാവിയെ കണ്ടാലും, ഏത് അനുയായിയെ കണ്ടാലും, അല്ലെങ്കിൽ ഏത് പെട്ടിപിടുത്തക്കാരനെ കണ്ടാലും, അല്ലെങ്കിൽ ഈ ചുളിവിൽ മന്ത്രിയോ അല്ലെങ്കിൽ KPCCയുടെ ഏതെങ്കിലും ഭാരവാഹിയൊക്കെ ഇട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഏത് കഴിവേറിയെ കണ്ടാലും ധൈര്യമായിട്ട് ചെയ്യാവുന്നതാണ്. അല്ലാതെ യൂത്ത് ലീഗുകാർ ചെയ്ത പോലെ എന്താണ് സണ്ണി ജോസഫിനെ കാണുമ്പോൾ മുദ്രാവാക്യം വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതൊക്കെ വിധി കൽപ്പിതമാണ്. മലയാളികൾക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ശുംഭന്മാർക്ക്, മണ്ടന്മാർക്ക്, വിഡ്ഢികൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രവും പാരമ്പര്യവും പൈതൃകവും തരവഴിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് പുതുമയുള്ള കാര്യമൊന്നുമല്ല. നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷമുള്ള ആളും അല്ലെങ്കിൽ ജനപിന്തുണയുള്ള ആളുമൊന്നും വേണം ഏതെങ്കിലും സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയാകാൻ പാർട്ടിയുടെ ഭരണഘടനയിലില്ല. ഈ മണ്ണും ചാരി നോവും പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെ ഒരുപോലെ ഓരോ അവതാരങ്ങൾ ഓരോ സമയത്ത് വരും. ഇത് പിന്നെ KC വരുന്നത് നമുക്ക് നേരത്തെ അറിയാം. മറ്റത് അതുപോലും ഇല്ലായിരിക്കും. പെട്ടെന്ന് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ഏതെങ്കിലും ഒരുത്തം വരികയാണ്. ഉത്തരാഖണ്ഡിൽ ND തിവാരി വന്ന പോലെ, പിന്നീട് വിജയ് ബഹുഗുണ വന്ന പോലെ. അല്ലെങ്കിൽ ഏറ്റവും വലിയ ഉദാഹരണമൊന്നുമല്ല, ആന്ധ്രാപ്രദേശിൽ YS രാജശേഖർ റെഡ്ഡി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചപ്പോൾ റോസയ്യ എന്ന് പറഞ്ഞൊരു വിദ്വാൻ, അദ്ദേഹത്തിന് കണ്ണും കണ്ടുകൂടെ ചെവിയും കേട്ടുകൂടാ, പണ്ട് കാലത്തേക്കാണെങ്കിൽ ഗവർണറായിട്ട് പോകാനുള്ള പ്രായമായി. അങ്ങനെ ഒരാളെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. അതിൻ്റെ ഫലം എന്ന് വെച്ചാൽ ആ സംസ്ഥാനത്ത് കോൺഗ്രസ് പറഞ്ഞ പാർട്ടിയിലുണ്ടായി. ആ പാർട്ടിയിലുണ്ടായാലും കുഴപ്പമില്ല, ഇതുപോലെ ഓരോ അവതാരങ്ങളെ ഓരോ സ്ഥലത്ത് ഇരുത്താൻ വേണ്ടിയിട്ടാണ് ഈ കോൺഗ്രസ് പാർട്ടി തന്നെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാനത്തെ എന്ന് പറഞ്ഞുകൂടാ, ഇതുവരെയുള്ളതിൽ അവസാനത്തെ ഒരു ദൃഷ്ടാന്തമാണ് നമുക്ക് പ്രിയങ്കരനായ വേണുവേട്ടൻ അഥവാ KC വേണുഗോപാൽ. അവ ഏതായാലും സംഗതി വളരെ ജോറായിട്ട് നടക്കട്ടെ. എനിക്ക് പറയാനുള്ള ഇതാണ്, നിങ്ങൾ കൊടുത്തിട്ടുള്ള മുണ്ടല്ല എന്ന് കരുതി ആരും മടിച്ചേക്കേണ്ട ആവശ്യമില്ല. അടുത്ത് നിൽക്കുന്ന ആളുടെ മുണ്ട് നോക്കി കാണിച്ചാലും തുല്യഫലം തന്നെയാണ് ഉള്ളത്. ഇതിനതല്ലാതെ വേറൊരു ചികിത്സയുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു തമാശ കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എൻ്റെ ഒരു സുഹൃത്ത്, അത് ജർമ്മനിയിലെ കൊളോൺ എന്ന് പറഞ്ഞ നഗരത്തിലാണ് താമസിക്കുന്നത്. മലയാളിയാണ്, മാളക്കാരനാണ്, സിനിമാ നിർമ്മാതാവൊക്കെയാണ്. പുള്ളി ഈ വീഡിയോ എടുക്കുന്നതിനൊരു 15 മിനിറ്റ് മുമ്പ് എന്നെ വിളിച്ചു. എൻ്റെ വക്കീൽ എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്, KC വേണുഗോപാൽ വരാൻ പോകുമെന്ന് പറഞ്ഞിട്ടില്ലേ. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നമ്മുടെ പാർട്ടിയല്ലേ, കോൺഗ്രസ് അല്ലേ, ഇത് നടക്കുന്നതിൻ്റെ അപ്പുറം നടക്കും എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, എന്നാലും വക്കീലേ, എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം നമ്മുടെ നാട്ടിൻപുറത്ത് പണ്ട് പറഞ്ഞു കേട്ടിരുന്നതാണ്, ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ എന്താ ചേട്ടാ? പുള്ളി പറഞ്ഞു, ഇത് ഈ ചേട്ടത്തെ കാണിച്ചിട്ട് അനിയത്തെ കെട്ടിക്കുന്ന പോലെയാണ്. ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരു ചെറിയ തിരുത്തുണ്ട്. ആ ചേട്ടൻ്റെ ഹൃദയവികാരത്തോടെ ഞാൻ ചോദിക്കും, പക്ഷേ ചെറിയ തിരുത്തുണ്ട്. പുള്ളി ചോദിച്ചു, അതെന്താണ്? ഇത് അനിയത്തെ കാണിച്ച് ചേട്ടത്തെ കെട്ടിക്കുന്ന പോലെ അല്ല, മകളെ കാണിച്ചിട്ട് അമ്മയെ കെട്ടിക്കുന്ന പോലെയാണ്. അദ്ദേഹം പൊട്ടിച്ചിരിച്ചു. അങ്ങനെ സംഭാഷണം അവസാനിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്ന പരിപാടി ഇതാണ്. ഇങ്ങനെയുള്ള പല പല പരിപാടികളും നമ്മുടെ നാട്ടിൽ നടക്കും. കാരണം ആ ജനങ്ങൾക്ക് പ്രതികരണശേഷിയില്ല എന്നുള്ളതാണ്.